പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കവേ അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് തകർത്തതായി അവകാശപ്പെട്ട ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സൈഖെ ദൗത്യത്തിന്റെ 25ാം ഘട്ടത്തിലാണ് ഈ വൻ പ്രഹരം ഏൽപ്പിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയതും അത്യാധുനികവുമായ അമേരിക്കൻ വിരുദ്ധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് താഡ്. ശത്രു രാജ്യങ്ങളുടെയും ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്തു കളയാൻ ശേഷിയുള്ള ഈ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സിസ്റ്റം തകർത്തത് അമേരിക്കൻ സൈന്യത്തിന് വൻ തിരിച്ചടിയാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. തങ്ങളുടെ പ്രഹരത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന പുതിയ വീഡിയോ ദൃശ്യങ്ങളും ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനം ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിന്റെ സൂചനകൾ കാണാം. അമേരിക്കൻ പ്രതിരോധ ശൃംഖലയെ തകർത്തതിന് പുറമെ മേഖലയിലെ മറ്റ് US സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം ശക്തമായിട്ടുണ്ട്. ജോർദാനിലെ അൽ അസ്രഖ് എയർബേസ്, ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസ് എന്നിവ ലക്ഷ്യമിട്ടാണ് ഇറാനിയൻ ആർമി ഡ്രോണുകൾ കുതിച്ചേർന്നത്. ജോർദാനിലെയും ബഹ്റൈനിലെയും ഈ പ്രധാന താവളങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് ഇറാൻ ഡ്രോണുകൾ വരുത്തിവെച്ചതെന്നാണ് വിവരങ്ങൾ. US വ്യോമസേനയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ടിരുന്ന ഹാങ്ങറുകൾക്ക് നേരെ ഡ്രോണുകൾ നേരിട്ട് പതിക്കുകയായിരുന്നു. കൂടാതെ സൈനിക താവളങ്ങളിലെ ഇന്ധന സംഭരണശാലകൾ തകർന്നത് വൻ തീപിടുത്തത്തിന് വഴിവെച്ചു. യുദ്ധസാമഗ്രികളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന വെയർഹൌസുകളും ആക്രമണത്തിൽ വലിയ തോതിൽ നശിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ സൈനികർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകൾക്ക് നേരെയും ഇറാന്റെ അത്യാധുനിക ആക്രമണ ഡ്രോണുകൾ പ്രഹരമേൽപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രതിരോധ ശൃംഖലകളെയും സൈനികരെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്ന നീക്കങ്ങളാണ് ഇറാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈനിക നീക്കങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദിയിൽ സംസാരിക്കവേ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തങ്ങളുടെ നയം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. തങ്ങൾ ഒരു യുദ്ധത്തിനും തുടക്കമിട്ടിട്ടില്ലെന്നും മേഖലയിൽ സമാധാനം നിലനിൽക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും അരാക്ചി ആവർത്തിച്ചു. എന്നാൽ തങ്ങളുടെ പരമാധികാരത്തിന്മേലോ അതിർത്തികൾക്ക് നേരെ അതിക്രമം നടത്തിയാലോ ശക്തമായി തിരിച്ചടിക്കാനുള്ള നിയമപരമായ അവകാശം തങ്ങൾക്കുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്ന സന്ദേശമാണ് SCO ഉച്ചകോടിയിലൂടെ വിദേശകാര്യമന്ത്രി നൽകിയത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭീഷണികൾക്ക് മുന്നിൽ പതറില്ലെന്ന് ഇറാൻ നയതന്ത്രപരമായും സൈനികമായും വ്യക്തമാക്കുകയാണ്. ഇറാൻ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും സൈനിക കേന്ദ്രങ്ങൾ തകർത്തതായി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും വാഷിംഗ്ടൺ ഇതിനോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ താഡ് സംവിധാനത്തിനോ സൈനിക താവളങ്ങൾക്കോ സംഭവിച്ച നാശനഷ്ടങ്ങൾ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാന്റെ അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സൈനിക താവളങ്ങളിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന അമേരിക്കൻ നയത്തിന്റെ ഭാഗമാണോ ഈ മൗനമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എങ്കിലും അമേരിക്കയുടെ താഡ് പോലെയുള്ള ഒരു പ്രബല പ്രതിരോധ കവചം തകർക്കപ്പെട്ടു എന്ന വാർത്തകൾ പാശ്ചാത്യ സഖ്യസേനകൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകളും വൺ വേ അറ്റാക്ക് ഡ്രോണുകളും അമേരിക്കൻ പ്രതിരോധത്തെ മറികടക്കാൻ പര്യാപ്തമാണോ എന്ന ചോദ്യവും ഉയരുന്നു. മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ കൂടുതൽ സങ്കീർണമായ ഒരു ആഗോള യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. അമേരിക്കയിൽ നിന്നും ഇതിന് മറുപടിയായി കടുത്ത സൈനിക തിരിച്ചടിയുണ്ടായാൽ അത് വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെ ഭൂപടത്തെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഒരുപോലെ ബാധിക്കുമെന്ന് സമാധാന നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു.